റമദാനിലെ പ്രത്യേകമായ സുന്നത്ത് അതാണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചതാണ്. അത് റമദാനിലെ പുണ്യകർമ്മമാണ്, മറ്റു മാസങ്ങളിലില്ല. 20 റക്അത്താണ് തറാവീഹ്, 8 റക്അത്ത് അല്ല. അല്ലെങ്കിൽ 8ഉം 3 റക്അത്ത് വിത്റും കൂട്ടി 11 റക്അത്ത് അല്ല. അതിന് ഹദീസ് പറയേണ്ടതില്ല, ആയത്ത് പറയേണ്ടതില്ല. നിങ്ങൾ റമദാനിൽ നമ്മുടെ നാട്ടിലെ തറാവീഹൊക്കെ കഴിഞ്ഞ് ചാനലുകൾ തുറന്നാൽ പരിശുദ്ധമായ മക്കയിൽ തറാവീഹ് എത്രയെന്ന് നോക്കിയാൽ, പരിശുദ്ധമായ മദീനയിൽ തറാവീഹ് എന്ന് നോക്കിയാൽ ലൈവിൽ നമുക്ക് കാണാൻ കഴിയും തറാവീഹ് 20 റക്അത്താണ്. തറാവീഹ് 20 റക്അത്താണ്. അതിലാർക്കും വിശ്വാസി ലോകത്തിന് സംശയമില്ല. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 8ആണ് 11ആണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഒറ്റപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുമുണ്ടാകാം. നാം ആരും ആ ചതിയിൽ പെട്ടുപോകരുത്. ജീവിതത്തിൽ റമദാൻ ലഭ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കനത്ത ദുരന്തമായിരിക്കും അത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ബന്ധത്തിലോ പരിചയത്തിലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തെളിവ് ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫരീഖു ബൈന ഹഖിൻ വബാതിലിൻ ഖഹ്റൻ ഖഹ്റാ ഉമർ വലി ഫാറൂഖുല്ലാഹ് അലൈഹിസ്സലാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലൗ കാന നബിയ്യും ബഅദി ലകാന ഉമർ, എൻ്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമറാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി നബിയില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വലിയ സർട്ടിഫിക്കറ്റാ! ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വാളുകൊണ്ട് മുറിക്കുന്ന നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് പോലും ബാത്തിൽ കണ്ടപ്പോൾ ഉമർ തങ്ങൾ വാളൂരുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമറേ വേണ്ട. അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, ഓ ഉബയ്യേ, നിങ്ങൾ ഇമാമ നിൽക്കണം. നിങ്ങൾ വലിയ ഖിറാഅത്ത് അറിയുന്ന നേതാവാ, നിങ്ങൾ ഖുർആൻ മനപ്പാഠമുള്ള സ്വഹാബിയാ, നിങ്ങൾ ഇമാമ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തറാവീഹ് 20 റക്അത്ത് നടന്നു വരാറുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും നടന്നു വരാറുണ്ട്. എല്ലാം ഒറ്റക്ക് നിസ്കരിച്ചാണ് പോകുന്നത്. ഉമർ തങ്ങൾ പറയുന്നു ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബിയോട്, നിങ്ങൾ ഇമാമ് നിന്ന് ജമാഅത്തായി നിസ്കരിക്കണം, തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിക്കാത്തത് ചെയ്യുമോ? നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉമർ തങ്ങൾ കണ്ടില്ലെന്ന് പറയാനൊക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ആരൊക്കെ എന്തൊക്കെ ഹദീസ് പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരണങ്ങളുമായി കടന്നു വന്നാലും നമ്മുടെ പരിചയത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. ബക്കരിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൻ ഫിൽ ജന്ന, ഉമർ തങ്ങൾ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
നബി തങ്ങളുടെ തിരുനാവ് കൊണ്ട് സ്വർഗീയ അവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർ നബി തങ്ങൾ പഠിപ്പിക്കാത്തത് ചെയ്യുമോ? സഹോദര സഹോദരിമാരെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും 20 റക്അത്ത് നിസ്കരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും 20 റക്അത്ത് നിസ്കരിക്കുന്നു. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തറാവീഹ് 20 ആണെന്ന് പഠിപ്പിക്കുന്നു. മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 ആണെന്ന് പഠിപ്പിക്കുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 ആണെന്ന് പഠിപ്പിക്കുന്നു. ഹംബലി മദ്ഹബിന്റെ ഇമാം അതേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 ആണെന്ന് പഠിപ്പിക്കുന്നു. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും തറാവീഹ് 20 എന്ന് പഠിപ്പിക്കുന്നു. ഇനി ലോകത്താരുടെ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പതറാതെ, സോഷ്യൽ മീഡിയയിൽ വഞ്ചിതരാവാതെ തറാവീഹ് നമ്മൾ 20 റക്അത്ത് നിസ്കരിക്കണം. എന്തിനാ തറാവീഹ്? എന്തിനാ തറാവീഹ്? 2-3 ദിവസമൊക്കെ കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ ഉൾവലിയലല്ല. സുന്നത്ത് നിസ്കാരമാണ്. നിന്ന് നിസ്കരിക്കാം, പ്രയാസമുണ്ടോ? ഇരുന്ന് നിസ്കരിക്കാം. 20 റക്അത്ത് തറാവീഹ്, 30 തറാവീഹും ഞാൻ മുടക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. വസ്ത്രങ്ങൾ എടുക്കേണ്ടി വരും, പല കാര്യങ്ങൾക്കും പുറത്തു പോവേണ്ടി വരും. എന്നാലും തറാവീഹ് മുടക്കുന്ന രൂപത്തിലുള്ള ഷോപ്പിങ്ങുകളോ സംവിധാനങ്ങളോ ഞാൻ ചെയ്യില്ല. നിർബന്ധമായ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടെ തറാവീഹ് ഞാൻ മുടക്കില്ല. അത് റമദാനിലെ സ്പെഷ്യലാ. ഇനി നഷ്ടപ്പെട്ടാൽ അടുത്ത കൊല്ലമാവണം. ആയുസ്സുണ്ടെന്ന് ആർക്കുറപ്പുണ്ട്? എന്റെ റമദാനി, എന്റെ തറാവീഹിന്റെ പ്രതിഫലം ഇത്രയും ശ്രദ്ധിക്കണമെന്ന് പറയാനും പ്രതിജ്ഞ എടുക്കണമെന്ന് പറയാനും കാരണം എന്താ? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കരിക്കണം? നാട്ടുകാരൊക്കെ ഞാൻ നിസ്കാരക്കാരനാണെന്ന് പറയാനാവരുത്. കാണുന്നവരൊക്കെ ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട് പറയാനാവരുത്. ഈമാനൻ അല്ലാഹുവിൽ ഉറപ്പിച്ചുകൊണ്ടാവണം. എനിക്ക് പ്രതിഫലം വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാവണം. ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും, ആരൊക്കെ പ്രശംസിച്ചാലും പ്രശംസിച്ചില്ലെങ്കിലും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടാവണം. അതേ രൂപത്തിൽ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാവണം. അങ്ങനെ തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പാപങ്ങളൊക്കെ കഴുകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലും വലിയ നേട്ടം എന്തു വേണം?